നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഫിഷ് ബിരിയാണി. യെസ്, അപ്പം നമുക്ക് അടിപൊളി ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ തന്നെ എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്, ചുമയൊക്കെ ആയിട്ട്. അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, സവോള സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ബിരിയാണിയുടെ അരി വേവിക്കാനായിട്ട് കുക്കറിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിനുശേഷം സവോള ഒരു ഗോൾഡൻ ബ്രൗണായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം അതും ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. നമ്മൾ അയലയാണ് എടുത്തിട്ടുള്ളത്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അയലയും കൂടി ഇട്ട് നമ്മളൊരു 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കുക അടച്ച്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പം കാണാനൊക്കെ ലുക്ക് വൈസ് അടിപൊളിയാണ്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.